കുത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഒരുമിച്ച് കുത്തിത്തോളൂ പേടിക്കണ്ട. കാട്ടുപോത്തിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് പറയും? എന്റെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാട്ടുപോത്തി. കാട്ടുപോത്തിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് പറയും? എന്റെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് പോലെ പോലെ വിടാനോ? അതൊന്നും വരത്തില്ല. അത് ഭയങ്കര സ്നേഹമുള്ള സാധനമാണ്. കണ്ടോ കണ്ടോ? ഒന്നും ചെയ്തില്ല. അത് അതിനെ പോയി തുടർന്ന് പിള്ളേരുടെ കൂടെ കുത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഒരുമിച്ച് കുത്തിത്തോളൂ പേടിക്കണ്ട. ദേ വരുന്നത് ഗൈസ്, അത് നോക്കൂ. ഇവിടെ വട്ടവട വന്നിട്ട് മിസ്സാവാത്ത സാധനം നോക്കിക്കേ. ഞാൻ പോലെ പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ വലിപ്പം കണ്ടോ? ഓ ഗൈസ്, ബോർഡ് കണ്ടല്ലോ, വെൽക്കം ടു വട്ടവട. ഞങ്ങൾ പോയ സമയത്ത് നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, എല്ലാരും കണ്ടിട്ടുണ്ടാവും. തിരിച്ചു വന്നപ്പോ നമ്മള് വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ടോ. ഇല്ലെങ്കിൽ വട്ടവട വന്നിട്ട് വട്ടവട ബോർഡ് പോലും കണ്ടില്ലല്ലോടാന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടി കൊടുക്കണ്ടേ? ഗൈസ്, ഇതാണ് കേട്ടോ. താത്തോടെ KSRTC പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇപ്പൊ അത്യാവശ്യം ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ വന്ന വഴിക്ക് 2 കാട്ടുപോത്തിനെ കണ്ടതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ നിന്ന് തിരിക്കാണ് പോലെ. കണ്ടത് എനിക്ക് പേടിയായിട്ട് സഹിക്കാം. പേടിയാവുന്നത് കാട്ടുപോത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോറി, കാട്ടുപോത്തിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ജന്മത്തിൽ ഇപ്പഴാ കണ്ടേ. ജന്മത്തില് മറിക്ക് മെയിൻ ആളോട് ചോദിക്കട്ടെ, കാട്ടുപോത്തിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഒരുപാട് കണ്ടതാ. എവിടെ വെച്ച്? അന്ന് ഞാനും നോക്കട്ടെ. ഞങ്ങൾ ജസക്കുട്ടി കാട്ടുപോത്ത കണ്ടു പറയും. കാട്ടുപോത്ത എങ്ങനെയുണ്ട് പറയും? കാട്ടുപോത്ത എങ്ങനെ? നീ കാട്ടുപോത്തിനെ കണ്ടോ? കാട്ടുപോത്തിനെ കണ്ടോ? അവൻ വേറെ മൂഡിലാട്ടോ. അപ്പൊ നമുക്ക് വണ്ടിയില് കേറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അല്ല, സ്റ്റാർട്ടാണ്. കാട്ടുപോത്തിനെ കണ്ടിട്ട് എങ്ങനെയാ? കടിച്ചു പിന്നെ? കാട്ടുപോത്ത് കടിച്ചാ 10 കൊല്ലം കഴിയുമ്പോ ആലോചിക്കും, കുറച്ചുവരെ ഞാൻ കണ്ടപ്പോഴോ കണ്ടൊരു ഓർമ്മയുണ്ടല്ലോ പോലെ. മദാമ്മമാര് ഓട്ടോയിലാണ് ട്രിപ്പ് അടിക്കുന്നത് കേട്ടോ. നോക്ക് സെറ്റ് കണ്ടോ? മദാമ്മമാർക്ക് വരെ ഓട്ടോറിക്ഷ മതി. ഇവിടെ ഓട്ടോയുടെ പവർ രസേനെ പിടിച്ചോണ്ട് വരും. ഉടന്റെ ശിഷ്യൻ നമ്മള് മണീനെ കളിക്കുന്ന വെള്ളം മാളിനെ വിളിക്കുന്നത്. ക്യാമറ അടിച്ചു പോയി. വൈനാഥ് വൈൻ ആനനെ കണ്ട? ആന എടുത്തോണ്ട് പോവന്നെ. മോളി കണ്ടോ? ഈ സൂട്ടിലെ തണുപ്പ് മാറാൻ വേണ്ടിട്ട്, സോറി, മൂന്നാറിലെ തണുപ്പ് മാറാൻ വേണ്ടിട്ട് നല്ല ചൂട്.
നല്ല സുഖമുണ്ടോ? అరే ఇట్రారా ట్యాప్ చేయాలి పైన ట్యాప్ చేసి కొంచెం పైగా ഗൈസ് ഈ കാണുന്നത് മുഴുവനും കോട മൂടിയ മലനിരകളാണ് കേട്ടാ. കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാ പോലെ അടിയില് മല കാണുന്നുണ്ടോ? ഇതാണ് ഈ ഒരു ചുറ്റും. ഇതാണ്ടോ ഈ ഒരു ക്ലൈമറ്റാണ് മൊത്തം. എവിടെ? ഇവിടെയാണ് മെയിൻ. ഞങ്ങളുടെ ലെക്ക് നോക്കണം. എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോ ക്ലോസിംഗ് ടൈം ആയി. പക്ഷെ നമ്മള് ഫാമിലി ആയിട്ട് വന്നപ്പോ അവര് പറഞ്ഞ് കേറിക്കോ, കേറി കണ്ടിട്ട് പൊക്കോളായി. സൂപ്പർ ആട്ടോ, നൈസ് ആയിട്ടൊരു ഭാഗ്യം. സൂപ്പർ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്ന എനിക്കൊന്നും കാണത്തില്ല. അതുപോലെ ഞാൻ കാണിച്ചു തരാം എന്താണ് കേട്ടോ. ഇത് കാണുന്ന മുഴുവൻ മലയാണ്. ഇതിന്റെ മൊത്തത്തിൽ കാണാത്ത രീതിയിൽ നിൽക്കുന്ന മൊത്തം ഫോഗ്. ഇനി ഇപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ ഫോഗ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗം മുഴുവൻ, ഈ ഒരു ഭാഗമൊക്കെ കണ്ട് ചോറിടാണ്. അപ്പൊ നമ്മളവിടെ തിരിച്ചു പോകുമ്പോ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ തിരിച്ചു. എക്കോ പോയിന്റിൽ നമ്മൾ ഫ്രീ ആയിട്ട് കയറിയിട്ടാ. ഇപ്പോഴും ഈ ഭാഗ്യം കിട്ടൂല. സൂപ്പറായിട്ട്. ഇനി ഇതിനകത്ത് കൂടെ താഴത്തേക്ക് പോകണ്ട. ആ താഴത്ത് നാള് വരുന്നുണ്ടോ? ഇത് അത്യാവശ്യം താഴത്തോട്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. നല്ല താഴ്ചയിലുണ്ട്. അപ്പൊ ആടം വരെ പോയിട്ടാണ് അവര് തിരിച്ച് മുകളിലേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പൊ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അത്തോട്ട് പോയവരൊക്കെ തിരിച്ച് കയറി വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടോ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ കറക്കും. ഇങ്ങനെ കറക്കുമ്പോ ഇതിനകത്ത് നമ്മള് ഊതൂല, നമ്മള് അടുപ്പിൽ ഊതൂലേ, അതുപോലെ ഇതിനകത്ത് നിന്ന് പോകും. തമ്പി ഇത് പാട്ടുപെടും. നമ്മുടെ നാട്ടില് കൊല്ലന്മാരുണ്ടല്ലോ, അതായത് ആലയില് മറ്റേ വാക്കത്തി കത്തിയൊക്കെ ഉണ്ടാക്കൂലേ. ഇപ്പൊ ഒരു ചവിട്ട് കൊടുത്താ, ഒരു ചവിട്ടിന്റെ ഓറുണ്ട്. ഡൗണ് അതെ. മൂന്നാറെത്താൻ 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. മൂന്നാറെത്താന്. ഇത് മൂന്നാർ ടൗണിലെ ബ്ലോക്കാണിത്. നമ്മളഞ്ചാറില് കൊടുക്കുമോ